Good morning. Good morning, ma'am. Tagging വരെയാണോ പറഞ്ഞത്? Okay. Chapter number ഒന്ന് പറഞ്ഞു കൊടുത്തേ. Chapter number എത്രയാണ്? Page number. Page number. $69. Okay. Start. START. Start ആണ് നമ്മൾ തുടങ്ങുന്നത്. എന്താണ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ? Simple triage and rapid treatment. Chapter number 40. Disaster management ലെ സ്റ്റാർട്ട് എന്ന പോർഷൻ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. Start. Simple triage and rapid treatment is the method of quickly recognizing victims who have immediately life-threatening injuries and who have the best chance of surviving. എന്താണ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ? സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് അല്ലെ? ഷോർട്ടിൽ പറയുന്നതാണ് നമ്മള് സ്റ്റാർട്ട് എന്നൊരു ഷോർട്ട് ഫോമിൽ പറയാണ്. S for simple, T for triage, and R for rapid, then T for treatment. അപ്പൊ എന്തായിരിക്കാം സ്റ്റാർട്ട് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? സ്റ്റാർട്ട് it's a method of quickly recognizing victims who have immediately life-threatening injuries, who have the best chance of surviving. അപ്പൊ ഇത് ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ള മെത്തേഡ് ആണ്? ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ള മെത്തേഡ് ആയിരിക്കാം സിമ്പിൾ ട്രയേജ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? ട്രയേജ് ഒക്കെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് നമ്മള്? യെസ്, ക്രിട്ടിക്കൽ പേഷ്യൻസിനും അതുപോലെ തന്നെ എന്താണ് ഉടനടി ജീവന് ഭീഷണിയായവർക്ക് ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറീസ് ഉള്ളവർക്കും അതുപോലെ തന്നെ എന്താണ് സർവൈവ് ചെയ്യാൻ ചാൻസ് ഉള്ളവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെ? ഒന്ന് ലൈഫ് ത്രെട്ടനിങ്, അതായത് ജീവന് ഭീഷണി ഉള്ളവരും അതുപോലെ സർവൈവ് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ളവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെ? സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് 2-3 സ്റ്റെപ്പുകൾ ഇവിടെ പറയുന്നുണ്ട്. സ്റ്റാർട്ട് ട്രീറ്റ്മെന്റിന്റെ ഒരു സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. എന്താന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ്, ഇൻ സ്റ്റാർട്ട് is sort out victim into ambulatory and non-ambulatory by giving verbal instructions. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിനെ നമ്മളെ വിക്ടിംസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? പേഷ്യൻസിനെ അല്ലെ? പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നു? നമ്മള് സോർട്ട് ഔട്ട് ചെയ്യുന്നു. സോർട്ട് ഔട്ട് ചെയ്യുന്ന എന്താ സോർട്ട് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ ഓരോ കെയറിനനുസരിച്ച് ഏതുതരം ഗുരുതരാവസ്ഥയാണ് അതിനനുസരിച്ച് പേഷ്യൻസിനെ നമ്മള് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തെടുക്കുന്നു. എങ്ങനെ? ആംബുലേറ്ററി ആൻഡ് നോൺ ആംബുലേറ്ററി പേഷ്യൻസ് അല്ലെ? അപ്പൊ ആംബുലേറ്ററി പേഷ്യൻസ് ആയിട്ടും നോൺ ആംബുലേറ്ററി പേഷ്യൻസ് ആയിട്ട് അവരെ തരംതിരിക്കുന്നു. ഓക്കെ,
അതിനുശേഷം എന്താണ് വെർബൽ ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കൊടുക്കുന്നു. Then റെസിപ്രേഷൻ, അടുത്ത സ്റ്റെപ്പ് എന്താണ്? അവർ റെസിപ്രേഷൻ നോക്കുന്നു. റെസിപ്രേഷൻ നോക്കുമ്പോൾ എത്രയാണ്? 30 ബീറ്റ്സിൽ താഴെയുള്ളവരാണോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നു. ലെസ് ദാൻ 30 മിനിറ്റ്സിൽ ബീറ്റ്സ് കുറവാണോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് പെർഫ്യൂഷൻ. അടുത്തെന്താണ് നോക്കുന്നത്? പെർഫ്യൂഷൻ. രണ്ട് രീതിയിൽ പെർഫ്യൂഷൻ നോക്കുന്നുണ്ട് ഇവിടെ. എ പറയുന്നുണ്ട്, ബി പറയുന്നുണ്ട്. പെർഫ്യൂഷൻ എ എന്താണ്? റേഡിയൽ പൾസ് പ്രസന്റ് ഓർ നോട്ട്. ആദ്യം എന്താ ചെയ്യുന്നത്? പെർഫ്യൂഷൻ നോക്കുന്ന സമയത്ത് റേഡിയൽ പൾസ് പ്രസന്റ് ആണോ എന്ന് നോക്കുന്നു അല്ലെ. പൾസ് ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നു. അടുത്തത് കാപ്പിലറി റീഫിൽ. കാപ്പിലറി റീഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് നടത്തുന്നത്. അതിനെയാണ് നമ്മൾ ബ്ലാഞ്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്. ബ്ലാഞ്ച് ടെസ്റ്റ് ഓൺ നെയിൽ ബെഡ്. അതായത് നമ്മളുടെ നെയിലിന്റെ അറ്റത്ത് ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ എന്ത് ചെയ്യുന്നു? അമർത്തി പിടിക്കുന്ന സമയത്ത് വൈറ്റ് ടു റെഡ് ഇൻ 2 seconds. ഒരു 2 seconds നമ്മളിങ്ങനെ അമർത്തി പിടിക്കുന്ന സമയത്ത് എന്താണ്? വൈറ്റ് കളർ ആണെങ്കിൽ എന്തായിരിക്കും കാണുന്നത്? എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? വൈറ്റ് കളറാണ്. തമ്പ് വിട്ടതിന് ശേഷം കാണുന്നതെങ്കിൽ എന്താണ്? ബ്ലഡ് അവിടെ ഇല്ല അല്ലെ, ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. ദെൻ റെഡ് കളറിലാണെങ്കിലോ ബ്ലഡ് കണ്ടന്റ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. വൈറ്റ് ആണെങ്കിൽ ഞെക്കി പിടിക്കുന്ന സമയത്ത് വിട്ട് കഴിയുമ്പോൾ എന്താണ്? ബ്ലഡ് കുറവാണെന്നുള്ളത് നമുക്ക് ആ ബ്ലഡിന്റെ ഫ്ലോ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ ഈ ബ്ലാഞ്ച് ടെസ്റ്റ് നെയിലിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഡോക്ടേഴ്സ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ബ്ലഡിന്റെ ഫ്ലോ ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ടെസ്റ്റ് ആണ് എന്ത്? ബ്ലാഞ്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഫിംഗേഴ്സിലാണ് അത് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് മെന്റൽ സ്റ്റാറ്റസ് നോക്കുന്നു പേഷ്യന്റിന്റെ. ദെൻ ബ്ലഡിന്റെ കൗണ്ട് നോക്കിയതിനു ശേഷം, ഫ്ലോ നോക്കിയതിനു ശേഷം എന്താണ്? മെന്റൽ സ്റ്റാറ്റസ്. വെദർ ഷീ ഓർ ഷീ ക്യാൻ ഫോളോ കമാൻഡ്സ്. ഫ്ലോ കമാൻഡ്സ് എന്നല്ല, ഫോളോ എന്ന് എഴുതുക കേട്ടോ. FOLLOW, ഫോളോ കമാൻഡ്സ്. ഉണ്ടോ? ഫോളോ കമാൻഡ്സ്. ദെൻ ട്രീറ്റ്മെന്റ് ഡ്യൂറിങ്. അപ്പൊ മെന്റൽ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ എന്താണ്? ഹി ഓർ ഷീ, അതായത് ഡോക്ടേഴ്സ് പറയുന്ന നിർദ്ദേശങ്ങൾ. ഇപ്പൊ ഒന്ന് പേഷ്യന്റിനോടൊന്ന് ചരിഞ്ഞു കിടക്കാൻ പറയുന്നു, അല്ലെങ്കിൽ കൈകളൊന്ന് ഉയർത്താനൊക്കെ കുറച്ച് കമാൻഡ്സ് ഇങ്ങനെ പറയും അല്ലെ. അപ്പൊ ആ സമയത്ത് പേഷ്യന്റ് കോൺഷ്യസ് ആണോ എന്ന് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആളുടെ മെന്റൽ സ്റ്റാറ്റസ് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് അത്തരത്തിൽ കമാൻഡുകൾ പുറപ്പെടുവിക്കുന്നത്. അപ്പൊ ആൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ എന്താണ്? ചരിഞ്ഞു കിടക്കാൻ പറയുന്ന സമയത്ത് ആള് പേഷ്യന്റ് ചരിയുന്നു, കൈകൾ ഉയർത്താൻ പറയുന്നു, കൈകൾ ഉയർത്തുന്നു. അപ്പൊ ആളുടെ മെന്റൽ സ്റ്റാറ്റസ് ഓക്കെ ആണെന്ന് ഡോക്ടേഴ്സിന് മനസ്സിലാവും. അതിനുശേഷം എന്താണ്? ട്രീറ്റ്മെന്റ് ഡ്യൂറിങ്. എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? പിന്നീട് ട്രീറ്റ്മെന്റ് സമയത്ത് ഓപ്പൺ ദ എയർവേ. ഓപ്പൺ ചെയ്ത് ശ്വാസനാളം തുറക്കുന്നു. അതിനുശേഷം എന്താണ്? സ്റ്റോപ്പ് ദ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നു. ദെൻ എലവേറ്റ് ദ ലെഗ്സ് ഫോർ ഷോക്ക്. ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെ എന്താണ്? എലവേറ്റ് ദ ലെഗ്സ് ഫോർ ഷോക്ക്. എന്താണ്? ഷോക്കിന് വേണ്ടിയിട്ട് കാലുകളൊക്കെ എന്താണ്? കാലുകൾ ഉയർത്താൻ വേണ്ടിയിട്ട് ലെഗ്സ് ഉയർത്തുന്നു. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് എന്താ ട്രീറ്റ്മെന്റിന്റെ ടൈമില് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്ത ടൈമില്. അപ്പൊ ഓപ്പൺ ദ എയർവേ, സ്റ്റോപ്പ് ദ ബ്ലീഡിങ്, എലവേറ്റ് ദ ലെഗ്സ് ഫോർ ഷോക്ക്. ഓക്കെ, ഫ്ലോ ചാർട്ട് പറയുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടി ഇത് പറഞ്ഞു. എന്താണ് സിമ്പിൾ ട്രയേജ് എന്ന് പറഞ്ഞാല്? സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ ട്രയേജ് സ്റ്റാർട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള പേഷ്യൻസിനാണ് ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറീസ് ഉള്ള പേഷ്യൻസിനും അതുപോലെ തന്നെ എന്താണ് സർവൈവ് ചെയ്യാൻ ചാൻസ് ഉള്ള പേഷ്യൻസിനുമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സ്റ്റാർട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, അതിന്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പേഷ്യന്റിനെ നമ്മൾ സോർട്ട് ചെയ്യുന്നു അല്ലെ. പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്നത് എങ്ങനെ? ആംബുലേറ്ററി പേഷ്യൻസ്, നോൺ ആംബുലേറ്ററി പേഷ്യൻസ് എന്ന രീതിയിൽ പേഷ്യൻസുകളെ ഡിവൈഡ് ചെയ്യുന്നു.
ഓക്കെ, ദെൻ അവർക്ക് അതിന് വേണ്ട വെർബൽ ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ദെൻ റെസിപ്രേഷൻ ചെക്ക് ചെയ്യുന്നു. എത്രത്തോളം വേണം റെസിപ്രേഷൻ, എങ്ങനെ ഉണ്ടായിരിക്കണം? എത്രയാണ്? നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ക്ലാസ് ഉണ്ടായിരുന്നില്ല അല്ലെ? അല്ലെ, ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ നിങ്ങൾക്ക്? ഇല്ല. മെർജ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അടുത്ത വീക്ക് കോഡിങ് ആയിരിക്കും കേട്ടോ, ഒരുമിച്ചാക്കുന്നത്. 2 ബാച്ചും ഒരുമിച്ചായിരിക്കുള്ളൂ. അതായത് ശ്വസനം 30 മിനിറ്റിൽ താഴെ വേണമെന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നു. ദെൻ പെർഫ്യൂഷൻ നോക്കുന്നു. പെർഫ്യൂഷൻ നോക്കുമ്പോൾ എന്താണ്? ബ്ലഡിന്റെ ഫ്ലോ നോക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഏരിയൽ പൾസ് പ്രസന്റ് ആണോ ഇല്ലയെന്ന്, പൾസ് ഉണ്ടോ ഇല്ലയെന്ന് ആദ്യം ചെക്ക് ചെയ്യുന്നു. പിന്നെ എന്താണ്? ബ്ലാഞ്ച് ടെസ്റ്റ് നടത്തിയിട്ട് ബ്ലഡിന്റെ ഫ്ലോ ഇവാലുവേറ്റ് ചെയ്യുന്നു അല്ലെ. കാപ്പിലറി ഫിഷർ എന്ന് പറഞ്ഞാൽ ബ്ലാഞ്ച് ടെസ്റ്റ് ചെയ്യാനല്ലേ, എത്രത്തോളം ആളില് ബ്ലഡ് ഫ്ലോ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. ഫിംഗർ ടിപ്പില് നെക്കി പിടിച്ചുകൊണ്ട് കുറച്ച് 2 സെക്കൻഡ്സ് കഴിയുമ്പോൾ എന്താണ്? വിടുന്ന സമയത്ത് വൈറ്റ് ആണെങ്കിൽ ബ്ലഡ് ഫ്ലോ കുറവാണെന്നോ, റെഡ് ആണെങ്കിൽ എന്താണ്? ബ്ലഡ് ഫ്ലോ ഉണ്ടെന്നുള്ള ഒരു സിഗ്നൽ ആണ് നമുക്ക് ഡോക്ടേഴ്സിന് അത് മനസ്സിലാവുന്നത്. മെന്റൽ സ്റ്റാറ്റസ് നോക്കുന്നു. അതായത് ഡോക്ടേഴ്സ് പറയുന്ന നിർദ്ദേശങ്ങള് പേഷ്യൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന കാര്യം കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നു. സ്റ്റാർട്ട് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് പിന്നെ കൊടുക്കുന്നത്? ഓപ്പൺ ദ എയർവേ, stop the bleeding and elevate the legs for shock. Okay. ഇനി നമുക്ക് ഈ ഇപ്പൊ പറഞ്ഞ സ്റ്റാർട്ട് ട്രയേജിന്റെ ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? PDF ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ട്രയേജില് ഒരു പേഷ്യന്റിന് എങ്ങനെയൊക്കെയാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന്റെ ആ ഒരു ഫ്ലോ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ബുക്കിൽ നോക്കിയുണ്ട്, എനിക്കത് വിസിബിൾ അല്ല, കാണുന്നില്ല, ചെറിയ അക്ഷരമായിരുന്നു. ഈസ് പേഷ്യന്റ് ബ്രീത്തിങ് എന്താണ്? ട്രയേജ് ഇപ്പൊ ആദ്യം തന്നെ ട്രയേജ് ആരംഭിക്കുകയാണ് അല്ലെ. ട്രയേജ് ആരംഭിക്കുന്നു. ഈസ് ദ പേഷ്യന്റ് ബ്രീത്തിങ്, പേഷ്യന്റ് ശ്വസിക്കുന്ന ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം നോക്കും. പേഷ്യന്റ് ശ്വസിക്കുന്നില്ല എങ്കിൽ, ഇപ്പഴത്തേക്ക് വന്നേ കണ്ടോ, ഇവിടെ നോ കണ്ടോ? പേഷ്യന്റ് ശ്വസിക്കുന്നില്ല എങ്കിൽ എന്താ ചെയ്യുന്നത്? ഓപ്പൺ പേഷ്യൻസ് എയർവേസ്, പേഷ്യന്റ് ബ്രീത്തിങ്. എന്താണ്? രോഗിയുടെ ശ്വാസനാളം തുറക്കുകയോ രോഗി ശ്വസിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. രോഗി ശ്വസിക്കുന്നില്ല, നോ എന്നാണെങ്കിൽ എന്താണ്? ഡെഡ് ഓർ ഡൈ, ഒന്നില്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. ഓക്കെ, ഇനി എയർവേ തുറക്കുന്ന സമയത്ത് ബ്രീത്തിങ് കാണിക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? യെസ് ആണെങ്കിൽ എന്താണ്? ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുന്നു. ഓക്കെ, യെസ് എന്നാണെങ്കിൽ പേഷ്യന്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കൊടുക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് ബ്രീത്തിങ് ഇല്ലാത്തൊരു പേഷ്യന്റിന്റെ ഓപ്പൺ വേ തുറക്കുന്ന സമയത്ത് ആള് ഡെഡ് ആവുന്നു. ദെൻ ഓപ്പൺ എയർവേ തുറക്കുന്ന സമയത്ത് ബ്രീത്തിങ് ഉണ്ടെങ്കിൽ എന്താണ്? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ഇനി ഇഫ് ദ പേഷ്യൻസ് ബ്രീത്തിങ്, പേഷ്യന്റ് ശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് എത്രത്തോളം? ഗ്രേറ്റർ ദാൻ 30 beats per minute അല്ലെ, കൂടുതലായിട്ട് ഹാർട്ട് ബീറ്റ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ 30 മിനിറ്റ്സിലെ ബ്രീത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? എത്രയും പെട്ടെന്ന് തന്നെ ആൾക്ക് എന്ത് കൊടുക്കുന്നു? ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുന്നു. ഓക്കെ, ഇനി ബീറ്റ്സ് കുറവാണെങ്കിൽ എന്താണ്? ഹാർട്ട് ബീറ്റ്സ് കുറവാണെങ്കിൽ എന്താ ചെയ്യുന്നത്? കുറവാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് എന്താണ്? റേഡിയൽ പൾസ് നോക്കുന്നു. റേഡിയൽ പൾസ് എത്രയാണെന്ന് കൃത്യമായിട്ട് പരിശോധിക്കുന്നു. ഇനി റേഡിയൽ പൾസ് ഇല്ല എന്നാണെങ്കിൽ എന്താണ്? കൺട്രോൾ ദ ബ്ലീഡിങ്, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നു. ദെൻ അതിനുശേഷം ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുന്നു. ഇനി റേഡിയൽ പ്ലസ് പൾസ് ഉണ്ട്, യെസ് എന്നാണെങ്കിൽ എന്താണ്? access the mental status, can patient follow commands.
പേഷ്യന്റിന്റെ മെന്റൽ സ്റ്റാറ്റസ് നോക്കുന്നു, പറയുന്ന കാര്യങ്ങൾ നിർദ്ദേശങ്ങള് പേഷ്യന്റ് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. പേഷ്യന്റ് കമാൻഡ് ഫോളോ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ എന്താണ്, നോ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുന്നു. കമാൻഡ്സ് ഫോളോ ചെയ്യുന്നുണ്ട്, യെസ് ആണെങ്കിൽ എന്താണ്, ഡിലൈഡ് കെയർ കൊടുക്കുന്നു. അപ്പൊ എന്താണ്, കാലതാമസം എടുത്താലും പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുത്താലും മതിയാകും, ഡിലേ ട്രീറ്റ്മെന്റ് കൊടുത്താലും മതിയാകും. ഓക്കെ, യെസ്. അതുകൂടി പറയണോ, ചാപ്റ്റർ ഒന്നുകൂടി പറയണോ? ഇത് പറയണില്ല, ഇനിയിപ്പോ ഈ ഒരു ഭാഗം അറിയാലോ. പേഷ്യന്റിന് ബ്രീത്തിങ് ഇല്ല എന്നുള്ള ഭാഗം ക്ലിയർ അല്ലേ? ബ്രീത്തിങ് ഉണ്ടെന്നാണെങ്കിൽ എന്താണ്, അത് എത്ര ബീറ്റ്സിൽ കൂടുതലാണ്, 30 ബീറ്റ്സിൽ കൂടുതലാണെന്ന് നോക്കും. കൂടുതലല്ല എന്നാണെങ്കിൽ എന്താണ്, കൂടുതലാണെങ്കിൽ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കും. കുറവാണെങ്കിൽ എന്താണ്, റേഡിയൽ പൾസ് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്, നോയിങ് ആണെങ്കിൽ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യും, ആൾക്ക് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കും. യെസ് ആണെങ്കിലോ, ആളുടെ മെന്റൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നു, കമാൻഡ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇല്ല എന്നാണെങ്കിൽ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുന്നു, ഉണ്ടെങ്കിൽ എന്താണ്, ഡിലേഡ് കെയർ കൊടുക്കുന്നു. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ, സ്റ്റാർട്ട് ട്രയേജിന്റെ ആ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണെങ്കിൽ മെസ്സേജ് ചെയ്യാട്ടോ. ക്ലിയർ ആണോ? യെസ്. അപ്പൊ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ മിക്ക ഭാഗങ്ങളും കഴിഞ്ഞു. ഇനിയുള്ളത് കോഡ്സ് മാത്രമാണ് കേട്ടോ, റെസ്പോൺസ് കോഡുകൾ മാത്രമാണ്. ലാസ്റ്റ് ഭാഗമാണ് ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡ്സ്. ഓക്കെ, നോക്കാം. ഓക്കെ, കോഡ് റെഡ് എന്താണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാലോ. ഇത് ഓരോന്നും ഇങ്ങനെ നേരെ നേരെ ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെയാണ് നോക്കേണ്ടത്. ഇതിൽ പറയുന്നത് ഏത് ഡിസാസ്റ്റർ ആണ്, അതിന്റെ കോഡ് എന്താണ്, അതിന്റെ ഫോളോ ചെയ്യേണ്ട പ്രോട്ടോകോൾ എന്താണ്, അവിടുത്തെ ഏരിയയിൽ എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ഉപയോഗിക്കാം, അതിനുശേഷം അത് ആ ഏരിയ, ആ ഒരു സംഭവം, ഡിസാസ്റ്റർ നടന്ന സ്ഥലം എങ്ങനെ നമ്മൾക്ക് അതെന്താണ് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു ഡിസാസ്റ്റർ മൂവ്മെന്റ് എങ്ങനെ മാറ്റാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. കോഡ് റെഡ് നമുക്കറിയാം അല്ലെ, ഫയർ, സ്മോക്ക് ഓർ ഓർഡർ ഓഫ് സംതിങ് burning, initiate code red team alert as per fire manual info 5000. കോഡ് റെഡ് നമ്മള് പുറപ്പെടുവിക്കുന്നത് എപ്പോഴാണ്, എന്തെങ്കിലും തീപിടുത്തമോ സ്മോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബേൺ ചെയ്തതിന്റെ ഗന്ധമൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് കോഡ് റെഡ് നമ്മൾ പുറപ്പെടുവിക്കുന്നത്. അത് ഇൻഫോം ചെയ്യുന്നത് ഏത് നമ്പറിലേക്കാണ്, 5000 എന്ന നമ്പറിലേക്കാണ് റെഡ് കോഡ് അലേർട്ട് കൊടുക്കുന്നത്. ഓക്കെ, then notify telephone operator 9. അപ്പൊ അലേർട്ട് ഇൻഫോം ചെയ്തതിനു ശേഷം എന്താണ്, ഓപ്പറേറ്റർ 9ലേക്കാണ്, ടെലിഫോൺ ഓപ്പറേറ്റർ 9നെയാണ് എന്താണ്, അദ്ദേഹത്തെയാണ് അറിയിക്കേണ്ടത്. അദ്ദേഹം എന്താണ്, റേസ് എന്ന പ്രോട്ടോകോള് സ്റ്റാർട്ട് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു. റേസ് എന്നൊരു പ്രോട്ടോകോൾ. അപ്പൊ റേസ് എന്താണ്, അതിന്റെ ഓരോ ലെറ്റേഴ്സും എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. റേസ് അണ്ടർലൈൻ ചെയ്തിടാം. R for rescue or remove. എന്താണ്, R for rescue or remove. എല്ലാവരെയും എന്താണ്, ഉടനടി തന്നെ എന്ത് ചെയ്യണം, നീക്കം ചെയ്യണം. Remove everyone from immediate danger. ഓരോ ലെറ്റേഴ്സിനും ഒന്ന് റൗണ്ട് ചെയ്തിട്ടോ, ഓരോന്നും സ്പെസിഫൈ ചെയ്ത് പഠിക്കാൻ പറ്റും. R for rescue, remove everyone from immediate danger. ഇത്രയും പെട്ടെന്ന് തന്നെ എന്താണ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡേഞ്ചർ പൊസിഷനിലെ എല്ലാവരെയും എന്താണ്, റിമൂവ് ചെയ്യുക, നീക്കം ചെയ്യുക. ഇതാണ് R എന്ന് പറയുന്നത്, റെസ്ക്യൂ ഓർ റിമൂവ്. ഓക്കെ,
ഇനി activate A. Activate A. Activate A fire alarm. Activate means A for activate a fire alarm. A for അപ്പൊ എന്താണ് activate അല്ലെ ഒരു fire alarm activate ചെയ്യുക. Okay. Then C for confine. C for confine. Confine എന്ന് വെച്ചാൽ പരിമിതപ്പെടുത്തുക. എന്താണ് പരിമിതപ്പെടുത്തേണ്ടത്? Smoke can fire and close all doors. എന്താണ് സ്മോക്ക് വരുന്ന സമയത്ത് എല്ലാ ഡോർസുകളും എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യേണ്ടതാണ്. അവിടുത്തെ എല്ലാ ഏരിയാസും എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യേണ്ടതാണ്. ഓക്കെ. Then E for റേസിലെ E എന്താണ്? എക്സ്റ്റിങ്ക്യൂഷ്. എക്സ്റ്റിങ്ക്യൂഷ് എന്താണ്? കൺഫൈൻ എന്ന് വെച്ചാൽ പരിമിതപ്പെടുത്തുക എന്നുള്ള മീനിങ് കേട്ടോ. ഓക്കെ. E4 E എന്താണ്? E4 extinguish the fire possible. സാധ്യമെങ്കിൽ എന്താണ്? തീ കെടുത്തുക അല്ലെ? എക്സ്റ്റിങ്ക്യൂഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീ കെടുത്തുന്നത് അല്ലെ? extinguish the fire is possible. Then അതിനുശേഷം എന്താണ്? Not allow others by shouting code red. പിന്നെ എന്താണ്? code red എന്ന് മറ്റുള്ളവരെ നമ്മൾ ആരാണ് അറിയിക്കുന്നത്? ഓപ്പറേറ്റർ, ടെലിഫോൺ ഓപ്പറേറ്ററിൽ കോഡ് റെഡ് എന്ന് അറിയിക്കുന്നത്. ഷൗട്ട് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വളരെ ഉറക്കെയാണ് എന്ത് കോഡ് റെഡ് എന്ന് വിളിച്ചു പറയുന്നത്. ഓക്കെ. അതുകൊണ്ട് നോക്കിയ റേസ് എന്താണ്? അതെന്താണ്? നോട്ടിഫൈ ദ ടെലിഫോൺ ഓപ്പറേറ്റർ. 9 റേസ് എന്ന് പറയുന്നത് എന്താണ്? റെസ്ക്യൂ, റിമൂവ് എവരിവൺ ഫ്രം ഇമ്മീഡിയറ്റ് ഡേഞ്ചർ. A for activate fire alarm. ഒരു ഫയർ അലാം ആക്ടിവേറ്റ് ചെയ്യുക. Then C for confine. Smoke and fire close and all doors. എല്ലാ ഡോർസുകളും എന്താണ്? സ്മോക്കിൽ നിന്നും എന്താണ്? അടച്ചിടേണ്ടതാണ്. Then E for extinguish. സാധ്യമെങ്കിൽ തീ കെടുത്തുക. Then alert by shouting code red. പിന്നെ code red എന്ന് മറ്റുള്ളവരെ വിളിച്ച് അറിയിക്കുക. Okay. Then third method എന്ന് പറയുന്നത് എന്താണ്? In other areas or area away from the alarm location, close all doors and windows even if you are not located in the alarm area. ഇനി ആ അലാം ഏരിയയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ ഏരിയാസും നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. എല്ലാ ഏരിയാസിലെ ഡോർസും വിൻഡോസും ഒക്കെ എന്താണ്? നമ്മൾ ക്ലോസ് ചെയ്യേണ്ടതാണ്. ഓക്കെ. അതിനുശേഷം എന്താണ്? If you are not located in that area, alarm area, watch for the. ഇനി നമ്മൾ ആ ഒരു അലാം ഏരിയയിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല എങ്കിൽ എന്താണ്? വാച്ച് ഫോർ സൈൻ ഫോർ ഫൈൻ ആൻഡ് സ്മോക്ക്. സിഗ്നൽ സൈൻ കിട്ടുന്നത് വരെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഡു നോട്ട് യൂസ് എലവേറ്റേഴ്സ്. എലവേറ്റേഴ്സ് ലിഫ്റ്റുകളൊന്നും തന്നെ ഇവിടെ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. Then report to the assigned work area and wait for instruction. അപ്പൊ നമ്മൾ വർക്ക് ഏരിയയിൽ തന്നെ എന്താണ്? തുടരേണ്ടതാണ്. അടുത്തൊരു ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നത് വരെ എന്താണ്? റിപ്പോർട്ട് ചെയ്ത നിർദ്ദേശങ്ങൾക്കായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിരിക്കും. ഓക്കെ. ആ ഒരു ഏരിയയിലല്ല എങ്കിൽ കൂടി നമ്മൾ എന്താണ്? മറ്റൊരു ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നത് വരെ എന്തായിരിക്കണം? അവിടെ വെയിറ്റ് ചെയ്യേണ്ടതാണ്. Okay. Then last, when using extinguisher. Extinguisher എന്താണ്? നമ്മള് extinguisher എന്താണ്? Extinguisher എന്താണ്? To put out the fire. അല്ലെ? ഫയർ കെടുത്തുന്ന ഒരു ഉപകരണമാണ് നമ്മൾ extinguisher എന്ന് പറയുന്നത്. ഇനി remember pass. അവിടെ ഒരു എക്സ്റ്റിങ്ക്യൂഷറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കോഡാണ് അത് പാസ് എന്ന് പറയുന്നത്. കാരണം അതെങ്ങനെയാണത്? അതിന്റെ ഒരു ഉപയോഗം, അതിന്റെ മെത്തേഡ് എങ്ങനെയാണ്? അപ്പൊ പി എന്താണ് അതില്? പി ഫോർ പുൾ ദ പിൻ എന്നാണ് കേട്ടോ. PIN എന്നാണ്. PM അല്ല. പുൾ ദ പിൻ. അവിടെ ഒരു എക്സ്റ്റിങ്ക്യൂഷറിൽ ഒരു പിൻ ഉണ്ടായിരിക്കും. അതെന്താണ്? വലിക്കുന്നു. പുൾ ദ പിൻ. PIN. പുൾ ദ പിൻ. Then A എന്താണ്? എയിമാണ് കേട്ടോ. അവിടെ എയിന്നാണ് എടുക്കുന്നത്. എയിന്നാക്കാം. AIM. യെസ്.
എയിം ദ നോസിൽ, എന്താണ് അതിന്റെ ആ ഒരു നോസിൽ എന്തായാലും അതിന്റെ ഒരു അടപ്പുണ്ടായിരിക്കും, അത് എന്താണ് അതിങ്ങനെ ഓപ്പൺ ചെയ്യുക. ദെൻ എസ് ഫോർ സ്ക്യൂസ് ദ ഹാൻഡിൽ, എന്താണ് എസ് ഫോർ സ്ക്യൂസ് ദ ഹാൻഡിൽ എന്ന് വെച്ചാൽ ഹാൻഡിൽ നമ്മൾ ഇത് നെക്കി പിടിക്കുക, അതിനൊരു ഹാൻഡിൽ ഉണ്ടായിരിക്കും, അതിനിങ്ങനെ നെക്കി പിടിക്കുകയാണ് സ്ക്യൂസ് ദ ഹാൻഡിൽ എന്ന് പറയുന്നത്. ദെൻ എസ് ഫോർ സ്വീപ്പ്, സ്വീപ്പിന്റെ സൈഡ് ടു സൈഡ് മോഷൻ, എന്താണ് സ്വീപ്പിനെ സൈഡ് ടു സൈഡ് മോഷൻ, നമ്മളിങ്ങനെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിച്ചിട്ട് സൈഡിലേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ചലിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ ഫയർ എക്സ്റ്റിങ്ക്വിഷർ, ആ ഉപകരണം പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ടോ? യെസ്, അതിങ്ങനെ സൈഡ് ടു സൈഡ് മോഷനിലേക്ക് ഇങ്ങനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നോക്കി എക്സ്റ്റിങ്ക്വിഷർ എങ്ങനെയാണ് ആ ഒരു പാസ് എന്ന കോഡ് ഉപയോഗിച്ചിട്ട് അത് എങ്ങനെയാണ് പുള്ളിങ് ദ പിൻ, പിന്നെ പുൾ ചെയ്യുക, ദെൻ എയിം ദ നോസിൽ, നോസിൽ ഓപ്പൺ ചെയ്യുക, ദെൻ സ്ക്യൂസ് എന്താണ് സ്ക്യൂസ് ദ ഹാൻഡിൽ, നെക്കി പിടിക്കുക അല്ലെ, നന്നായിട്ട് നെക്കി പിടിക്കുക. അതിനുശേഷം സ്പീഡ്, പിന്നെ സൈഡ് ടു സൈഡ് മോഷൻ. ഓക്കെ, ആ എക്സ്റ്റിങ്ക്വിഷർ എന്താണ് സൈഡ് ടു സൈഡിൽ ഇങ്ങനെ ആ സൈഡിലോട്ട് ചലിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ, അപ്പോഴാണ് എന്താ തീ അവിടെ അണയുന്നത്. ഓക്കെ, ഇങ്ങനെ കണ്ടപ്പോ ഭയങ്കര എളുപ്പമാണെന്ന് തോന്നിയിട്ട് എനിക്കിത് പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇതിൽ കുറെ കാര്യങ്ങൾ തന്നെയുണ്ട് അല്ലെ, ഓരോ കോഡ് എന്താന്ന് പഠിച്ചാൽ മതി എന്ന് മാത്രമല്ല, പക്ഷെ ഇങ്ങനെ പറയാനുണ്ട് കുറെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഫയർ കോഡ് റെഡ് വെച്ചിട്ട് ക്ലിയർ ആണോ? ഇനി വീണ്ടും പറയണോ കോഡ് റെഡ്, പിന്നെയും പറയണോ? ഒരു സെക്കൻഡ് ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയൊന്ന്. സ്വീപ്പ് എന്ന് വെച്ചാൽ സൈഡിലോട്ടും രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ ചലിപ്പിക്കുക എന്നോട് മീനിങ് കേട്ടോ. നമ്മളത് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ നീക്കുന്ന കണ്ടിട്ടില്ലേ സാധനം. യെസ്, കാരണം ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ നമ്മൾ എന്താണ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിക്കാൻ പറ്റില്ല, എല്ലാ സൈഡ്സിലേക്കും നമ്മൾ എന്താണ് അതിങ്ങനെ മൂവ് ചെയ്യിപ്പിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, കോഡ് റെഡ് ക്ലിയർ ആണോ? വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? കോഡ് പിങ്ക് പറയട്ടെ, കോഡ് പിങ്ക്. ഓക്കെ, code pink is activated when an infant or child is confirmed missing from എവിടെ നിന്നൊക്കെയാണ് ചൈൽഡ് മിസ്സിങ്സ് അല്ലെങ്കിൽ ഇൻഫാന്റ് മിസ്സിങ്സ് വരുന്നത്? NICU, ലേബർ റൂം, വാർഡ് ഫ്രം ദ പീഡിയാട്രിക് ബ്ലോക്സ്. അപ്പൊ കോഡ് പിങ്ക് ആക്ടിവേറ്റ് ആവുന്നത് ചൈൽഡ് മിസ്സിംഗുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ഇൻഫാന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചൈൽഡ് NICUയിൽ നിന്നോ ലേബർ റൂമിൽ നിന്നോ പീഡിയാട്രിക് വാർഡിൽ നിന്നോ മിസ്സാവുന്നതിന് ഉപയോഗിക്കുന്ന ഒരു കോഡാണ് എന്ത്? കോഡ് പിങ്ക്. ഓക്കെ, അപ്പൊ അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ ലേണിംഗ് of an infant or child missing, notify the security supervisor 1745. അപ്പൊ കോഡ് ചൈൽഡ് മിസ്സിങ്ങിന് വിളിക്കേണ്ട എമർജൻസി നമ്പർ ആണ് എന്ത്? 1745 എന്ന നമ്പറിലേക്ക് വിളിച്ച് സെക്യൂരിറ്റി സൂപ്പർവൈസറെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫോം ചെയ്യേണ്ടതാണ്. ദെൻ സെക്യൂർ ദ ഇമ്മീഡിയറ്റ് ഏരിയ, എത്രയും പെട്ടെന്ന് ആ ഏരിയ സുരക്ഷിതമാക്കാനായിട്ട് നോക്കണം. എങ്ങനെയാണ്? ഇഫ് പോസിബിൾ allow no one to enter or exit, അതായത് ആ ഒരു ഏരിയയിൽ നിന്ന് ആരും തന്നെ പുറത്തു പോകാനും പാടില്ല, ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കാനും പാടുള്ളതല്ല. until the arrival of security staff, അല്ലെ, ആര് വരുന്നത് വരെ, സെക്യൂരിറ്റി സ്റ്റാഫ് വരുന്നത് വരെ എന്താണ് ആരെയും അകത്തു നിന്ന് പുറത്തു നിന്ന് അകത്തേക്ക് ആരെയും പ്രവേശിക്കാനായിട്ട് പാടുള്ളതല്ല. ദെൻ
അതിനുശേഷം സെക്യൂരിറ്റി സ്റ്റാഫ് വന്നതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? എല്ലാ പ്ലേസസും ചെക്ക് ചെയ്യുന്നത് അല്ലെ? സ്റ്റെയർ വേസ്, ലഞ്ചസ്, മീറ്റിംഗ് റൂംസുകള്, റെസ്റ്റ് റൂംസ് ഒക്കെ എന്താണ് പ്രത്യേകം എന്താണ് ചെക്ക് ചെയ്യേണ്ടതാണ്. ആരാണ് ചെക്ക് ചെയ്യേണ്ടത്? സെക്യൂരിറ്റി സ്റ്റാഫ് ആയിരിക്കും അതൊക്കെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം എന്താണ്? ക്വസ്റ്റ്യൻ anyone carrying a large duffel bag, packages and trying to conceal an object under their clothing. അതായത് നമ്മൾ എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് എങ്ങനെയുള്ള ആരെയും ഇപ്പൊ ഡഫൽ ബാഗിൽ അല്ലെങ്കിൽ ലാർജ് ആയിട്ട് ഡഫൽ ബാഗിൽ, അതായത് ഡഫൽ ബാഗ് വെച്ചാൽ നമ്മൾ ക്ലോത്ത് ഒക്കെ കൊണ്ടുപോകുന്ന റൗണ്ട് ആയിട്ടുള്ള ഒരു ബാഗ്. അപ്പൊ അതിലെന്താണ് കുട്ടിയിലേക്ക് നമുക്ക് എടുത്തിട്ട് പോകാനായിട്ട് സാധിക്കും. ഒരു റൗണ്ട് ഷേപ്പിൽ ഡഫൽ ബാഗ്സ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാം കേട്ടോ. റൗണ്ട് ഷേപ്പ് ആയിരിക്കും അതിന്. അപ്പൊ അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും പാക്കേജസ് ഉണ്ടോ, എന്തെങ്കിലും പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ, അല്ലെങ്കിൽ കൺസീൽ ആൻ ഒബ്ജക്ട് അണ്ടർ ദെയർ ക്ലോത്തിങ്, അവരുടെ ഡ്രസ്സിന്റെ അടിയിലായിട്ട് എന്തെങ്കിലും ഒളിച്ചോ മറിച്ചോ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം കുഞ്ഞുങ്ങളെയൊക്കെ എന്താണ് അങ്ങനത്തെ ഒരു ഇതിൽ നമുക്ക് പുറത്തോട്ട് കിടക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ തട്ടിക്കൊണ്ടു പോകുന്നവർക്ക് എന്താണ് ഈ കുറച്ച് മെത്തേഡ്സുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും അവർ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത്രയും സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ ആൾക്കാരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. Then in the event that someone is observed that fits into above category, call security and do not lose sight of that person. അപ്പൊ നമ്മൾ ഈ മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഈ കാണിച്ചിരിക്കുന്ന ഈ സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു വ്യക്തി കാണിക്കുകയാണെങ്കിൽ, ഇപ്പൊ ക്ലോത്തിന്റെ അടിയിലോ അല്ലെങ്കിൽ ഡഫൽ ബാഗിലൊക്കെ ആരെയും നമ്മൾ നോട്ട് ചെയ്യുമല്ലോ, ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എന്താണ് ആളെ ആ പരിസരത്ത് നിന്ന് നമ്മൾ വിടാനായിട്ട് പാടുള്ളതല്ല. ആരും സെക്യൂരിറ്റി സ്റ്റാഫ് വരുന്നത് വരെ, അല്ലെങ്കിൽ എന്താണ് ആളെ അവിടെ നിന്ന് വിടാതെ നമ്മൾ പിടിക്കേണ്ടതാണ് അല്ലെ? ഓക്കെ, അവിടെ നിന്ന് ആള് മിസ്സായി പോകാനായിട്ട് പാടില്ല. അപ്പൊ മാക്സിമം അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നീട് ഇനി ആ പേഴ്സൺ, സസ്പെക്റ്റഡ് ആയിട്ടുള്ള ആ പേഴ്സൺ, if that suspected person attempt to leave the building prior to arrival of security officers, do attempt to startle the persons in any way possible. If the person does get into a vehicle, get a good description of the vehicle and vehicle number, notify security. ഇനി നമ്മൾ ആ സസ്പെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് ആ ബിൽഡിങ്ങിൽ നിന്ന് വിട്ടു പോകുക, എന്താണ് ആളവിടുന്ന് എന്താണ് ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് ആള് പുറത്തു കിടക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന സമയത്ത് എന്താണ് എത്രയും പെട്ടെന്ന് സെക്യൂരിറ്റി ഓഫീസറിൽ നിന്ന് അറിയിക്കണം. അതുപോലെ തന്നെ എന്താണ് എസ്കേപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെ, ആള് ചിലപ്പോ പുറത്തൊരു വാഹനമൊക്കെ ചിലപ്പോ സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ആള് ചിലപ്പോൾ അകത്ത് കയറിയിരിക്കും. എത്രയും പെട്ടെന്ന് ആ വാഹനത്തിൽ കയറി രക്ഷപ്പെടാനായിരിക്കാണ് നോക്കുന്നത്. അങ്ങനെ ഒരു സമയത്ത് നമ്മൾ ആളെ ഫോളോ ചെയ്തതിനു ശേഷം വെഹിക്കിൾ നമ്പർ എന്താണ്, വെഹിക്കിൾ നമ്പർ, ആ വണ്ടിയുടെ നമ്പർ, ഏത് ടൈപ്പ് വാഹനമാണ്, എന്ത് കളറാണ്, ഏത് ദിശ, ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് വ്യക്തമായിട്ട് നമ്മൾ എന്താണ് നോട്ടിഫൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, യെസ്. കോഡ് പിങ്ക് അറിയാലോ, ചൈൽഡ് മിസ്സിംഗ് ആണ്. എവിടെ നിന്നൊക്കെയാണ് ചൈൽഡ് മിസ്സിംഗ് ആവുന്നത്? ഒന്നുകിൽ NICU, ലേബർ റൂം, വാർഡ് ഫ്രം ദ പീഡിയാട്രിക് ഫ്ലോർസ്. ഓക്കെ, അപ്പൊ ഏത് കോഡിലാണ് വിളിക്കേണ്ടത്? സെക്യൂരിറ്റി സൂപ്പർവൈസറെ 1745 എന്ന സെക്യൂരിറ്റി നമ്പറിലേക്കാണ് ചൈൽഡ് മിസ്സിംഗിന്റെ ടൈമിൽ ഇൻഫോം ചെയ്യേണ്ടത്. പിന്നെന്താണ് സെക്യൂരിറ്റി സ്റ്റാഫ് വരുന്നത് വരെ അവിടെ ആരെയും തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? allow no one to enter or exit. ആരെയും അകത്തേക്ക് പ്രവേശിക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യരുത്. എല്ലാ പ്ലേസസും ചെക്ക് ചെയ്തിരിക്കണം. സ്റ്റെയർ വേസ്, ലഞ്ചസ്, വെയിറ്റിംഗ് റൂംസ്, റെസ്റ്റ് റൂംസ് ഒക്കെ എന്താണ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഇനി കാണുന്ന എല്ലാവരും നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതാണ് അല്ലെ? പ്രത്യേകിച്ച് ഡഫൽ ബാഗ്സ്, ലാർജ് ഡഫൽ ബാഗുകൾ കൊണ്ടുപോകുന്നവരോ പാക്കേജസ് അല്ലെങ്കിൽ ക്ലോത്ത്സിന്റെ അടിയിൽ എന്തെങ്കിലും മറച്ചു വെച്ച് കൊണ്ടുപോകുന്നവരൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ നോട്ട് ചെയ്യണം, അവരെ ഒബ്സർവ് ചെയ്യേണ്ടതാണ്. പിന്നെന്താണ് അവരെ ആ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കരുത്. നോട്ട് ലോസ് സൈറ്റ് ഓഫ് ദാറ്റ് പേഴ്സൺ. ഓക്കെ, എത്രയും പെട്ടെന്ന് സെക്യൂരിറ്റിനെ അറിയിക്കുക. ഇനി ആ സസ്പെക്റ്റഡ് പേഴ്സൺ എന്താണ് ആ ബിൽഡിംഗ് വിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ ആളെ ഫോളോ ചെയ്യുകയും എത്രയും പെട്ടെന്ന് ആളെ ഏത് വാഹനത്തിലാണ് കയറുന്നത് അല്ലെ, വാഹനത്തിന് ടൈപ്സ്, കളറ്, എന്താണ് നമ്പർ ഒക്കെ കൃത്യമായിട്ട് ഏത് ഡയറക്ഷൻസിലേക്ക് പോകുന്നത് കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്യുക. ഓക്കെ, അതാണ് കോഡ് പിങ്ക് എന്ന കോഡ്.
Code pink is child missing. Code red, fire, smoke, or order something burning initially. Something burning. അടുത്തത് code orange. Code orange പണ്ടൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. സ്പില്ലേജ് വേസ്റ്റ് എടുത്ത സമയത്ത് പറഞ്ഞതായി ഓർക്കും. അല്ല, സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ മറന്നോ ചാപ്റ്റർ? കുറെ നാൾ നമ്മളിങ്ങനെ വേസ്റ്റിൽ കിടന്നിങ്ങനെ മുങ്ങിയല്ലേ, ബയോമെഡിക്കൽ വേസ്റ്റ്, സ്പില്ലേജ് വേസ്റ്റ് അല്ലെ, കുറെ വേസ്റ്റസ് ഉണ്ടായിരുന്നു ഹോസ്പിറ്റൽ. ഓക്കെ, ഇവിടെ കോഡ് ഓറഞ്ച് എന്തിനു വേണ്ടിയാണ്? ഹസാഡസ് മെറ്റീരിയൽ spill such as chemical spill, mercury spill, gas leak, hazardous trash spill, etc. അല്ല, സ്പിൽ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപകടകരമായിട്ടുള്ള മെറ്റീരിയൽസ്, മറ്റ് വസ്തുക്കള്, കെമിക്കൽ സ്പില്ലുകൾ, മെർക്കുറി, ഗ്യാസ് ലീക്കേജ്, ഡ്രഗ് സ്പിൽ, ഇതൊക്കെയാണ് എന്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഹസാഡസ് സംഭവിക്കുന്ന സമയത്ത് ആണ് എന്ത് പുറപ്പെടുവിക്കുന്നത്? കോഡ് ഓറഞ്ച് പുറപ്പെടുവിക്കുന്നത്. Hazardous material spill requires immediate attention to prevent contamination of the environment. അപ്പൊ എവിടെയെങ്കിലും ഇത്തരത്തില് ലീക്കേജസുകൾ ഹസാർഡസ് മെറ്റീരിയൽസിൽ നോട്ട് ചെയ്യപ്പെട്ടാൽ എന്താണ്, ആ ഏരിയ എത്രയും പെട്ടെന്ന് കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. അത് എന്താണ്, എൻവയോൺമെന്റിനും മറ്റു ഹെൽത്ത് വർക്കേഴ്സിനും ഒരേപോലെ തന്നെ എന്തായാലും അപകടകരമായിരിക്കും. അപ്പൊ അത് നോട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് കോഡ് ഓറഞ്ച് അലേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്കില്ല് നോട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് പിന്നീടുള്ള അടുത്ത കാര്യങ്ങള്? If the spill is in your work area, remove the patients from the area immediately. Call the operator to initiate the code orange. ഈ ഒരു സ്കില്ല് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള പ്ലേസസിലുള്ള എല്ലാവരും എന്താണ്, പേഷ്യൻസിനെ നമ്മൾ റിമൂവ് ചെയ്യുക അല്ലെ. എവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞില്ലേ, പ്രദേശത്തുള്ളവരെല്ലാവരും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റുക. പിന്നീട് എന്താണ്, ഓപ്പറേറ്ററെ വിളിച്ചിട്ട് കോഡ് ഓറഞ്ച് പുറപ്പെടുവിപ്പിക്കുക. ഓക്കെ, then alert others in the area. മറ്റുള്ളവരെ അറിയിച്ചതിന് ശേഷം confine the spill possible to do safely. എന്താണ് ആ സ്കിൽ അങ്ങ് പരിമിതപ്പെടുത്തുക, അവിടെ കൺഫൈൻ ചെയ്തിടുക. ഓക്കെ, അതായത് ലാർജ് സ്കില്ലായിരിക്കാം, അപ്പൊ അതിനൊന്ന് എന്താണ് ഒന്ന് നോട്ടിഫൈ ചെയ്ത് കൺഫൈൻ ചെയ്തിടേണ്ടതാണ്. സേഫ് ആയിട്ട് വളരെ പ്രോപ്പർ ആയിട്ട് അതിന് കൺഫൈൻ ചെയ്തതാണ്. Then cordon off the area and post warning signs. Okay, cordon off the area. അതായത് കോർഡൺ ഓഫ് ചെയ്യുന്ന വെച്ചാൽ ആ പ്രദേശം നമ്മൾ മൊത്തത്തില് സ്പിൽ ഉണ്ടായ പ്രദേശം നമ്മൾ മൊത്തത്തിൽ വളയുന്നു അല്ലെ. കോർഡൺ ഓഫ് ദ ഏരിയ പോസ്റ്റ് വാർണിംഗ് സയൻസ് സയൻസിൽ പുറപ്പെടുവിക്കുന്നു. Do not attempt to clean up any spill without appropriate. എന്താണ് നമ്മൾ പഠിച്ചത്? സ്പില്ല് എടുക്കുന്ന സമയത്ത് എന്ത് ഉപയോഗിക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ, PPE ഉപയോഗിച്ചിട്ട് വേണം ആ സ്കില്ല് നമ്മൾ ക്ലീൻ അപ്പ് ചെയ്യാനായിട്ട്. Then use and സൈൻ ബോർഡ് അവിടെ വെക്കണം. അതായത് ആ ഏരിയ കംപ്ലീറ്റ് വളർന്നതിന് ശേഷം സ്പില്ലേജ് ഏരിയ ആണെന്നുള്ളത്, ഹസാർഡസ് ഏരിയ ആണെന്നുള്ളതിന്റെ ഒരു കോഡ് ഓറഞ്ച് അടങ്ങിയ ഒരു സൈൻ ബോർഡ് അല്ലെ, ഒരു വാർണിംഗ് സൈൻസ് അവിടെ വെക്കുന്നത്. അതിനുശേഷം എന്താണ്, സ്പില്ല് നമ്മള് അതിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് PPE ഉപയോഗിക്കുന്നു. ദെൻ അപ്രോപ്രിയേറ്റ് സ്പിൽ കിറ്റുകൾ അല്ലെ, സ്പില്ലേജ് മാനേജ് ചെയ്യാനായിട്ട് അപ്രോപ്രിയേറ്റുള്ള സ്പിൽ കിറ്റുകൾ ഉപയോഗിക്കുന്നു. Then after cleanup, dispose of all PPE and spill materials, hazardous waste. Dispose, cleanup ചെയ്ത എല്ലാ മെറ്റീരിയൽസ് എന്താണ് നമ്മൾ പിന്നെ ചെയ്യുന്നത്? ഹസാഡസ് വേസ്റ്റിലേക്ക് മാറ്റുക അല്ലെ. ഹസാഡസ് വേസ്റ്റിലേക്ക്, അപകടകരമായിട്ടുള്ള വേസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്പോസ് ചെയ്യുന്നു. Then account for the people in the area. During the cleanup procedure, if the skin is contaminated, wash the area with the soap and water for at least 5 minutes or shower thoroughly. Notify ICN nursing supervisor, CMO if an accidental exposure occurs. Seek medical help immediately. In spillage areas,
ക്ലീനപ്പ് ഒക്കെ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം എന്താണ് സ്റ്റാഫുകളുടെ ഒക്കെ സ്കിന്നിൽ കണ്ടാമിനേഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ, മലിനമാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് അപ്പൊ ആ ഏരിയ കൃത്യമായിട്ട് എന്താണ്, ഇഫ് ദ സ്കിൻ ഈസ് കണ്ടാമിനേറ്റഡ്, സ്കിന്ന് കണ്ടാമിനേറ്റഡ് ആയതിനാൽ തന്നെ എന്താണ് 5 മിനിറ്റ് എങ്കിലും എന്താണ് ആ സോപ്പോ വാട്ടറോ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് വാഷ് ചെയ്തിരിക്കണം. പിന്നെന്താണ് മറ്റ് എന്തെങ്കിലും മെഡിക്കൽ ഹെൽപ്പിന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മള് ICN ആരാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് അല്ലെ, നോട്ടിഫൈഡ് ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ്, ICN ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സിനെയും അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്പർവൈസറെയും CMOനെയും എന്താണ് എത്രയും പെട്ടെന്ന് മെഡിക്കൽ ഹെൽപ്പിനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ വിവരം അറിയിക്കുക. ഓക്കെ, ICN എന്താണെന്ന് നോട്ട് ചെയ്തോ? ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ്. Yes. അതായത് ആക്സിഡന്റൽ എക്സ്പോഷർ ഉണ്ടെങ്കിലാണ് ആരൊക്കെ വിവരം ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കേണ്ടത്? മെഡിക്കൽ ഹെൽപ്പിനായിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സസിനെയും അതുപോലെ എന്താണ് നഴ്സിംഗ് സൂപ്പർവൈസറെയും അല്ലെങ്കിൽ CMOനെ ആയിരിക്കണം എന്താ ഇമ്മീഡിയറ്റ് ഹെൽപ്പിനായിട്ട് അവരെ അറിയിക്കേണ്ടത്. ഓക്കെ, യെസ്. കോഡ് ഓറഞ്ച് അപ്പൊ എന്തിനാണ്? ഹസാർഡ്സ് മെറ്റീരിയൽസിനും സച്ച് ആസ് കെമിക്കൽസ്, മെർക്കുറി, ദെൻ എന്താണ് ഗ്യാസ് ലീക്കേജ്, ഡ്രഗ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പുറപ്പെടുവിക്കുന്നത്? കോഡ് ഓറഞ്ച് പുറപ്പെടുവിക്കുന്നത്. അതായത് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ടു പ്രിവെന്റ് കണ്ടാമിനേഷൻ ഓഫ് ദ എൻവയോൺമെന്റ്. CM ആരാണ്? ചീഫ് മെഡിക്കൽ ഓഫീസർ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ ഒക്കെ. ചീഫ് മെഡിക്കൽ ഓഫീസർ CMO. ദെൻ ആ സ്കില്ലുള്ള സ്ഥലത്ത് നിന്ന് പേഷ്യൻസിനെ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യുക, ഓപ്പറേറ്ററെ എത്രയും പെട്ടെന്ന് കോഡ് ഓറഞ്ച് ഓപ്പറേറ്റർ ടു ഇനീഷ്യേറ്റ് കോഡ് ഓറഞ്ച് അല്ലെ, എത്രയും പെട്ടെന്ന് എന്താണ് കോഡ് ഓറഞ്ച് പുറപ്പെടുവിക്കുക. ദെൻ അലർട്ട് അതേഴ്സ് ഇൻ ദ ഏരിയ, മറ്റുള്ളവരെ അറിയിച്ചതിന് ശേഷം എന്താണ് ആ സ്കില്ല് കൺഫൈൻ ചെയ്യുക, സേഫ് ആയിട്ട് കൺഫൈൻ ചെയ്യുക. പിന്നെ ആ ഒരു പ്രദേശം എന്താണ് കോർഡൺ ഓഫ് ചെയ്യുക, ആ പ്രദേശം മൊത്തം വളഞ്ഞതിന് ശേഷം സൈൻ ബോർഡ് സ്ഥാപിക്കുക. പിന്നെ എന്താണ് ആവശ്യത്തിനനുസരിച്ച് PPE ഉപയോഗിക്കുക, സ്കിൽ കിറ്റുകൾ ഉപയോഗിക്കുക. ദെൻ സ്കിൽ കിറ്റ് ഉപയോഗിച്ചതിന് ശേഷം എന്താണ് അത് ഹസാർഡസ് മെറ്റീരിയലിലേക്ക് ഡിസ്പോസ് ചെയ്യുക. പിന്നീട് ആ ഒരു സമയത്ത് എന്താണ് അവിടെ ഉണ്ടായിരുന്ന പ്രൊസീജിയർ ഉപയോഗിക്കുന്ന സമയത്ത്, നടത്തുന്ന സമയത്ത് സ്കിന്നിൽ എന്തെങ്കിലും കണ്ടാമിനേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് 5 മിനിറ്റിനകം എന്താണ് 5 മിനിറ്റ് എങ്കിലും വാഷ് ചെയ്യുക അല്ലെ, സോപ്പോ മറ്റു വാട്ടറോ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്സിഡന്റൽ എക്സ്പോഷർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആരെ അറിയിക്കണം? ഒന്നില്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സസിനെ ICN അറിയിക്കുക, അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസർ അല്ലെങ്കിൽ ചീഫ് മെഡിക്കൽ ഓഫീസറിനെ ഇൻഫോം ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? മെഡിക്കൽ ഹെൽപ്സ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, കോഡ് ഓറഞ്ച് ക്ലിയർ ആണോ? അടുത്തത് പറയട്ടെ, കോഡ് ബ്ലൂ. കോഡൺ എന്ന് വെച്ചാൽ പ്രദേശം മൊത്തം വളയുക എന്നുള്ളൊരു മീനിങ് കേട്ടോ. കോഡൺ ഓഫ് ചെയ്യുക, പ്രദേശം റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളൊരു മീനിങ്. ഓക്കെ, കോഡ് ബ്ലൂ നിങ്ങൾക്ക് അറിയാം അല്ലെ, എന്താണ്? കാർഡിയാക് റെസ്പിറേറ്ററി അറസ്റ്റ് ആണ് അല്ലെ. കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് കോഡ് ബ്ലൂ പുറപ്പെടുവിക്കുന്നത്. റിപ്പോർട്ട് ബൈ ഡയലിംഗ് എമർജൻസി ഓപ്പറേറ്റർ നമ്പർ 6664. 6664 എന്ന നമ്പറിലേക്കാണ്, എമർജൻസി നമ്പറിലേക്കാണ് കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ദെൻ ഓപ്പറേറ്റർ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ തന്നെ എന്താണ്? ബിഗിൻ CPR, ദെൻ ACLS. ACLS എന്താണ്? അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. CPR അറിയാലോ, കാർഡിയാക് പൾമോണറി റിസസിക്കേഷൻ. കാർഡിയാക് പൾമോണറി റിസസിക്കേഷൻ.
ACLS എന്താണ്? അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. Okay. CPR, ACLS protocol. Then remove visitors from the area or group. Yes. Okay, Sushil. ഇപ്പൊ 664 വെച്ചതിന് ശേഷം എന്താണ് പ്രോട്ടോകോൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ എന്താണ് വിസിറ്റേഴ്സിന് എന്താണ് ആ റൂമിൽ നിന്നും വിസിറ്റേഴ്സിന് ആർക്കും തന്നെ അവിടെ പ്രവേശിക്കാൻ പാടുള്ളൂ. അപ്പൊ അവരെയൊക്കെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. Then follow code blue policies and procedures. പിന്നെ എന്താണ് ബ്ലൂ കോഡ് പോളിസീസുകൾ ആരംഭിക്കുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? സെൻഡ് ഫെലോബോട്ടമി ആൻഡ് ECG സർവീസസ്. ഫെലോബോട്ടമി എന്ന് വെച്ചാൽ എന്താണ്? ഫെലോബോട്ടമി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഫിലോബോട്ടമി അതായത് ലാബിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യാൻ വരുന്നവരാണ് നമ്മള് ഫിലോബോട്ടമീസ് എന്ന് പറയുന്നത് കേട്ടോ. ലാബിൽ നിന്ന് ബ്ലഡ് ആസ്ട്രഞ്ചിൽ കളക്ട് ചെയ്യാൻ പറ്റില്ലേ ടൈപ്സ്, മനസ്സിലായി? ലാബ് ടെക്നീഷ്യൻസ് വന്നിട്ട് എന്ത് ചെയ്യും? ബ്ലഡ് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. ECG സർവീസസ്. ECG സർവീസസും എവിടെ ആവശ്യമാണ്? കാർഡിയാക് നടക്കുന്ന സമയത്ത് ഹാർട്ട് വേരിയേഷൻസ് നോക്കുന്നതിന് വേണ്ടിയിട്ട് ECG സർവീസസും അവൈലബിൾ ആയിരിക്കണം. ഓക്കെ. ഫെലോബോട്ടമി എന്ന് പറയുന്നത് ബ്ലഡ് കളക്ട് ചെയ്യാൻ വരുന്നവരെയാണ് നമ്മുടെ ഫെലോബോട്ടമീസ് എന്ന് പറയുന്നത്. ഓക്കെ. ECG സർവീസസും അവിടെ ഉണ്ടായിരിക്കണം. അതാണ് കോഡ് ബ്ലൂ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ആദ്യത്തേതാണ് എന്ത്? ഫെലോബോട്ടമി ആൻഡ് ECG സർവീസസ്. സെൻഡ് ഫെലോബോട്ടമി ആൻഡ് ECG സർവീസസ്. Then resume normal operations. Resume normal operations. Normal operations എങ്ങനെയാണോ അതിനനുസരിച്ച് അത് തുടരുക. Then only designated team members will respond to the CPR area. ഇനി ഡെസിഗ്നേറ്റ് ചെയ്ത മെമ്പേഴ്സ് മാത്രമായിരിക്കണം എവിടെ ഉണ്ടായിരിക്കേണ്ടത്? CPR ഏരിയയിൽ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ. അതായത് നിയുക്ത ടീം മാത്രമായിരിക്കണം. കാർഡിയാക് ലൈഫ് സപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആ ഒരു ടീം മാത്രമായിരിക്കണം എവിടെ ഉണ്ടായിരിക്കേണ്ടത്? CPR ഏരിയയിൽ ഉണ്ടായിരിക്കേണ്ടത്. വായിച്ചു നോക്കിയേ, കോഡ് കൂടി വായിച്ചു നോക്കിയേ. Cardiac respiratory arrest, for dialing emergency number 664, then begin CPR and ACLS protocols, remove visitors from the area room. Then follow code blue policies, procedures, send phlebotomy and ECG services. Then resume normal operations. എന്താണ്? അതായത് സാധാരണ പ്രവർത്തനങ്ങൾ പിന്നീട് പുനരാരംഭിക്കുക. Then only designated team members will respond to the CPR area. Designated members മാത്രമായിരിക്കണം എന്ത്? CPR ഏരിയയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ വരെ? കോഡ് എല്ലാം കൂടി പറയട്ടെ. കോഡ് എല്ലാം കൂടി. കോഡ് yellow. An external disaster has occurred at the hospital receiving patients in excess normal. എന്താണ്? എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ കോഡ് yellow പുറപ്പെടുവിക്കുന്നത്. ഒരു ദുരന്തം കഴിഞ്ഞ് സാധാരണ എന്താണ്? ഓക്കെ. അതായത് ഒരു എക്സ്റ്റേണൽ ഡിസാസ്റ്റർ സമയത്താണ് എന്താ? കോഡ് yellow. അതായത് മേജർ മോർ പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. ഒരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ നമുക്കറിയാലോ ഒന്നിൽ കൂടുതൽ പേഷ്യൻസ് ഫ്ലോ ഉണ്ടായിരിക്കും. ഓക്കെ. The hospital will be receiving patients in excess normal. അവർ ഉൾക്കൊള്ളുന്നതിൽ കൂടുതലായിട്ട് എന്തായിരിക്കും പേഷ്യൻസ്
കൂടുതൽ ഉണ്ടായിരിക്കും. ഓക്കെ, then locate and follow emergency action plans manual. Upon learning of an alert, all departments should activate their department specific disaster plan as outlined in the hospital. Okay, എന്താണ് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് എമർജൻസി പ്ലാൻ ആക്ടിവേറ്റഡ് ആക്കുന്നു അല്ലെ. പിന്നീട് എന്താണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും എന്താണ് ആ ആക്ടിവേറ്റഡ് പ്ലാൻ എന്ത് ചെയ്യുന്നു, ആ പ്ലാൻ എന്ത് ചെയ്യുന്നു, അത് എല്ലാ ഏരിയാസിലും എന്ത് ചെയ്യും, അത് ആക്ടിവേറ്റഡ് ആക്കുന്നു. Check over all status of the ER. ER ആരാണ്? ER ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? എമർജൻസി റൂം ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ചെക്ക് ഓവർ ഓൾ സ്റ്റാറ്റസ് ഓഫ് എമർജൻസി റൂം ഡിപ്പാർട്ട്മെന്റ്. അതായത് എമർജൻസി റൂമിലെ എല്ലാ കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? such as facilities, supplies and assess staffing needs അല്ലെ. സപ്ലൈസും മറ്റു ഫെസിലിറ്റീസും എത്രത്തോളം സ്റ്റാഫുകൾ ഉണ്ടെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് എമർജൻസി റൂമിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. നോട്ടിഫൈ ഡിപ്പാർട്ട്മെന്റ് IN. നോട്ടിഫൈ ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് എന്നാണ് കേട്ടോ. ഇൻചാർജ് എഴുതണേ. നോട്ടിഫൈ ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് ഓർ കോർഡിനേറ്റർ. അങ്ങനെയാക്കണേ. ഡിപ്പാർട്ട്മെന്റ് നോട്ടിഫൈ ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് ഓർ കോർഡിനേറ്റർ. പിന്നീട് എന്താണ്? ഇആറിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തതിനു ശേഷം എന്താണ് നമ്മൾ നോട്ടിഫൈ ചെയ്യണം. അല്ലെങ്കിൽ ഇൻചാർജുള്ള കോർഡിനേറ്റർക്കോ എന്താണ് നോട്ടിഫൈ ചെയ്യണം. Then all departments should send extra staff to ER bay. ഇനി എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് എന്താണ് എമർജൻസി റൂമിൽ നിന്നും എല്ലാ എന്താണ് എക്സ്ട്രാ സ്റ്റാഫുകൾ നമ്മൾ നിർത്തേണ്ടതാണ്. ഓൾ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് സെൻഡ് എക്സ്ട്രാ സ്റ്റാഫ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്താണ് എക്സ്ട്രാ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കേണ്ടതാണ്. അയ്യോ, ഇത് പറഞ്ഞില്ല അല്ലെ. ഇതിന് താഴെ ഇങ്ങനെ ഉണ്ടായിട്ടോ, ഞാൻ നോട്ട് ചെയ്തില്ല. എമർജൻസി പ്രൊസീജിയർ മാനുവൽ. ഓക്കെ, all departments should activate their department specific disaster plan as outlined in the hospital emergency procedure manual. Emergency procedure manual അനുസരിച്ച് എന്താണ് ഹോസ്പിറ്റൽ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലെ. Then CMO should report to the emergency operation center in charge located in the nursing administration 1841. അതായത് മാനുവൽ അനുസരിച്ച് പ്ലാൻ ആക്ടിവേറ്റ് ആയതിനു ശേഷം എന്താണ് ചീഫ് മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യണം? എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ചീഫ് മെഡിക്കൽ ഓഫീസർ എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഏത് നമ്പറിലെ 184 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് എന്താണ് നെക്സ്റ്റ് ലൊക്കേറ്റ് ഇൻ ദ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ 1841 എന്ന നമ്പറാണ് ഇത് കോഡ് യെല്ലോന്റെ ഓപ്പറേഷൻ നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. 1841 എന്ന നമ്പർ ആണ് കോഡ് യെല്ലോ ഡിസാസ്റ്റർ കോഡിലേക്ക് വന്നിരിക്കേണ്ട എമർജൻസി നമ്പർ. As designated staff arrives, each person with a role in the emergency manual plan will receive a job action sheet. എന്താണ്? അപ്പൊ ഓരോ ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ്സും അവിടെ ഉണ്ടായിരിക്കില്ല, ആ ഡിസാസ്റ്റർ ടൈമിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ പേഴ്സൺ എന്തായിരിക്കും, ഓരോരുത്തർക്കും ഓരോ റോൾസുകളായിരിക്കും. നമ്മള് ആക്ടിവേറ്റഡ് പ്ലാൻ പഠിച്ചപ്പോ പറഞ്ഞാൽ ഓരോ സ്റ്റാഫിനും പ്രത്യേക ഡ്യൂട്ടീസും അതുപോലെ റോളുകളൊക്കെ എന്താണ് കൈകാര്യം ചെയ്യുന്ന കുറെ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. ആ എമർജൻസി മാനുവൽ പ്ലാൻ അനുസരിച്ചിട്ട് ഓരോരുത്തരും എന്തായിരിക്കും ഓരോ റോൾസുകൾ കൈകാര്യം ചെയ്യണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ജോബ് ആക്ഷൻ ഷീറ്റ് ഉണ്ടായിരിക്കും അല്ലെ. ഓരോ ഈച്ച് പേഴ്സണും അവരുടെ റോളുമായി ബന്ധപ്പെട്ട ഒരു ജോബ് ആക്ഷൻ മാനുവൽ അല്ലെങ്കിൽ ജോബ് ആക്ഷൻ ഷീറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. Then all other on duty staff not otherwise assigned to ER position should remain in their department and maintain the normal operations.
ഓൺ ഡ്യൂട്ടി സ്റ്റാഫുകൾ on duty staff not otherwise assigned to the ER position should remain to their requirement and maintain the normal operations. And then on duty staff എന്നോട് പറയുന്നത് all other on duty staff on duty staff എന്ന് പറഞ്ഞാൽ ആരാണ്? ഓൺ ഡ്യൂട്ടിയിലുള്ള സ്റ്റാഫുകൾ ആരാണ് പിള്ളേരെ? ആ ഡ്യൂട്ടിയിലുള്ളവർ അല്ലെ, ഡ്യൂട്ടിയിലുള്ളവരും അതുപോലെ തന്നെ അസിഗ്നേറ്റഡ് ആയിട്ടുള്ള എമർജൻസി പൊസിഷനിലുള്ള ഡിപ്പാർട്ട്മെന്റിലുള്ള ആരാണ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരും എന്താണ് ആ നോർമൽ ഓപ്പറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം കേട്ടോ. അപ്പൊ സ്റ്റാഫുകൾ കുറെ ആൾക്കാരുണ്ട്, എക്സ്ട്രാ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഓൺ ഡ്യൂട്ടി സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, എക്സ്ട്രാ സ്റ്റാഫുകളും ഉണ്ടായിരിക്കും. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് നോർമൽ ഓപ്പറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവരായിരിക്കും കേട്ടോ. ആ ജോബ് ആക്ഷൻ ഷീറ്റിൽ തന്നിരിക്കുന്ന റോൾസുകൾ എല്ലാ സ്റ്റാഫുകളും തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇതിൽ തന്നിരിക്കുന്ന അനുസരിച്ചിട്ട് വേണം അവര് പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, അടുത്ത പീരീഡ് ക്ലാസ് ഉണ്ടാവും. ഉണ്ടോ? ഞാൻ വെറുതെ ചോദിച്ചതാണ്. എന്താ മിസ്? പഠിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? അപ്പൊ നമ്മളൊക്കെ ഉള്ള ദൂരമൊക്കെ എന്താണ് കുറഞ്ഞു വരികയാണല്ലേ? അല്ല, ഇനി അധികം നാളില്ലല്ലേ, അടുത്ത മാസം കൂടി നമ്മൾ ഉണ്ടാവുള്ളൂ. പിന്നെ കാണോ നിങ്ങളെ? ക്ലാസ് ഒക്കെ കഴിഞ്ഞ പിന്നെ കാണുമല്ലോ. അപ്പൊ എല്ലാരും എല്ലാം പഠിച്ച് നല്ലൊരു പൊസിഷനിൽ എത്തട്ടെ എന്ന് ഇപ്പോഴേ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. PG-യിൽ ഞങ്ങളില്ല, ബാക്കി ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ജൂനിയേഴ്സ് അല്ലേ, ഞങ്ങളില്ല. ഞങ്ങൾ വരുമായിരിക്കും ഏതെങ്കിലും ടീച്ചേഴ്സ് ഇല്ലാത്തപ്പോ. ഞങ്ങള് സ്വീറ്റ് 80s അല്ലേ, സ്വീറ്റ് 80s അല്ലേ, നിനക്കറിയില്ലേ അത്? ഇല്ലാട്ടോ, നല്ല പ്രായമുണ്ട് കണ്ടപ്പോ, നല്ല പ്രായമുണ്ട്. എന്താ അങ്ങനെയൊക്കെ പറയുന്നു? ഇവിടുത്തെ ടോപ്പ് പൊസിഷനിലുള്ള ടീച്ചേഴ്സ് ആയിരിക്കും PG എടുക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ സീനിയർ ടീച്ചേഴ്സ് ആയിരിക്കും PG എടുക്കുന്നത്. PG-യിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ നിങ്ങള്? ഓക്കെ ഓക്കെ, എന്നാ ബാക്കി നമുക്ക് ഈ എല്ലാം നമ്മുടെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. പിന്നെയുള്ള ക്ലാസ്സിൽ എല്ലാവരും കയറട്ടെ. ഇനി കുറച്ച് ആളും കൂടി ക്ലാസ് ഉണ്ടാവുള്ളൂ, കുറച്ച് ആഴ്ചകളും കൂടി ക്ലാസ് ഉണ്ടാവും. ക്ലാസ്സിൽ കയറാം. താങ്ക് യു.